ഹലോ, എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ചധികം ദിവസമായിട്ട് വിചാരിക്കുന്നു എനിക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരണം, എല്ലാവരും സെയിം കണ്ടൻറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഒരു ഡേ ഇടാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പതിവ് പോലെ രാവിലെ എണീക്കുന്നു. എൻ്റെ ബെഡിനോട് ചേർന്നിട്ട് എനിക്കൊരു വിൻഡോ ഉണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് സമയത്ത് എനിക്ക് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അറിയാമല്ലോ, UAE നല്ല ചൂട് കാരണം തന്നെ അത്യാവശ്യം വെയിലുണ്ട്. ഞാൻ രാവിലെ 8 മണിക്കാണ് കേട്ടോ എണീറ്റത്. രാവിലെ 8 മണിക്ക് എണീറ്റത്. റൂമിൽ നിന്ന് എല്ലാവരും ഡ്യൂട്ടിക്ക് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. പതിവ് പോലെ വെള്ളം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് തലേ ദിവസം തന്നെ നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് വയ്ക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉലുവ ഇട്ട് വെച്ചിട്ട് അത് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ കുടിക്കും. ബ്രഷൊന്നും ചെയ്യത്തില്ല. രാവിലെ അതായത് ആ ബെഡിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ വെള്ളം ഞാൻ സ്ഥിരമായിട്ടിപ്പോൾ കുടിക്കുന്നുണ്ട്. അതിനുശേഷം എണീക്കുക. പിന്നെ നല്ല സ്വഭാവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ ആ ബെഡ്ഷീറ്റ് എണീറ്റ സമയം തന്നെ ആ വെള്ളം കുടിച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി ബെഡിനൊന്ന് സെറ്റപ്പാക്കും. ആദ്യം അതാണ് ചെയ്യുന്നത്. ബെഡിനെ സെറ്റപ്പാക്കി കഴിഞ്ഞിട്ട് എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. എനിക്ക് രാവിലെ 9 മണിക്ക്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഡ്യൂട്ടി കുറവാണ്. അപ്പോൾ അതേതാണ്ട് എൻ്റെ ബെഡ് ഇതാണ്. സെറ്റല്ലേ, സൂപ്പറല്ലേ? അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സാണ് ഇന്ന്. സാറ്റർഡേ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ രാവിലെ തന്നെ വാഷ്റൂമിൽ കയറാം. എല്ലാവരും സ്ഥിരം ചെയ്യുന്ന പോലെ ബ്രഷ് തേക്കുക. ഞാനും ബ്രഷ് ചെയ്യുക. അതിനുശേഷം പെട്ടെന്ന് കുളിക്കത്തൊന്നുമില്ല. ഓൺലൈൻ ക്ലാസ് ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് മുടിയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ക്ലാസ്സിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ് എടുക്കുന്നത്, സൂമിലല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്നു. ലിങ്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് അയച്ചു കൊടുത്ത് ക്ലയൻസിനൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ ക്ലാസ്സിന് ശേഷം കാണാം. എനിക്ക് 1 hour ക്ലാസ്സിന് ശേഷം കാണാം. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സാറ്റർഡേ ആകുമ്പോൾ ഒരു ക്ലാസ്സേ ഉണ്ട്. മോർണിംഗ് എനിക്കൊരു ക്ലാസ്സേ ഉള്ളൂ. സാറ്റർഡേ എപ്പോഴും ക്ലാസ് കുറവാണ്. ഞാനിപ്പോൾ നമ്മുടെ മെയിൻ തട്ടകത്തിലേക്ക് വന്നിരിക്കുകയാണ്, കിച്ചണിലേക്ക്. നല്ല വിശപ്പുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. അതായത് 10-ന് ക്ലാസ് കഴിഞ്ഞു. 9 to 10 ഉണ്ടായുള്ളൂ. ഫോൺ നോക്കിയിരുന്ന് സമയം പോയി. ഇനി നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് സ്ഥിരം കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. 2 എഗ്ഗ് എടുക്കും. ചപ്പാത്തി, എപ്പോഴും ചപ്പാത്തി ഉണ്ടാവത്തില്ല. ചപ്പാത്തി ഉണ്ടാവുന്നതിന് തന്നെ കറിയൊന്നും മോർണിംഗ് എടുക്കില്ല. പീനട്ട് ബട്ടർ അതാണ് കഴിക്കാവുന്നത്. അല്ലെങ്കിൽ പ്ലെയിൻ ചപ്പാത്തി ഇതിലെന്തെങ്കിലും ഒരു റോളാക്കിയിട്ട് കഴിക്കും. പിന്നെ അതിൻ്റെ കൂടെ ബ്ലാക്ക് കോഫിയാണ് എടുക്കാറ് കേട്ടോ. മിൽക്ക് ഈവനിങ്ങും ബ്ലാക്ക് കോഫി മോർണിംഗും. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡിയായി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നെക്സ്റ്റ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിനും കഴിച്ച് നെക്സ്റ്റ് പരിപാടി തുടങ്ങാമെന്ന് വെച്ചപ്പോഴേക്കും വെള്ളം കഴിഞ്ഞായിരുന്നു. അപ്പോൾ വെള്ളം ഓർഡർ ചെയ്തു, വെള്ളം വന്നു. ഇനിയിപ്പോൾ വെള്ളം സെറ്റ് ചെയ്തതിന് ശേഷം വേണം. ഇതിനിടയിൽ കുറച്ച് സമയമൊക്കെ എടുത്തു കിട്ടുക, കാരണം ഞാൻ മൊബൈൽ നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്, എവിടെയെങ്കിലും പോയിരുന്നു അപ്പോൾ റീൽസിൻ്റെ പിറകെ പോകും. ഓക്കെ, വെള്ളം സെറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്കിവിടെ കുടിവെള്ളം വരുന്നത് കേട്ടോ. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് ഇത് പമ്പ് ചെയ്ത് ഇതിൽ നിന്ന് വെള്ളം എടുക്കും. ഇതിൽ നിന്നാണ് കുക്കിങ്ങിനൊക്കെ നമ്മൾ വെള്ളം എടുക്കുന്നത്. അതവിടെ സെറ്റാക്കി നെക്സ്റ്റ് റൂം ക്ലീൻ ചെയ്യണം. ഇപ്പം ഞാനാണ് സ്ഥിരമായിട്ട് ഇപ്പോൾ റൂമിൽ ഏറ്റവും ലേറ്റായിട്ട് എണീക്കുന്നതും ലേറ്റായിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നത് ഞാനാണ്. അപ്പോൾ ഞാനാണ് റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് പക്ഷേ എൻ്റെ മാത്രമാണ് കേട്ടോ, എൻ്റെ ക്ലോത്ത് മാത്രമാണ്. ക്ലോത്തൊക്കെ മടക്കി ഖജനാവിൽ വെക്കാം. ഇതാണ് എൻ്റെ ഖജനാവിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്യും. ഫ്ലോറ് അധികം വലിയ സ്പേസൊന്നുമില്ല. ഇപ്പോൾ ഈ ഫ്ലോറിൽ തന്നെ ഒരു 4 പേരാണ് നമ്മളൊരു റൂം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റൂമൊക്കെ ആദ്യം ക്ലീൻ ചെയ്യും. ഇത് സ്ഥിരം പരിപാടിയാട്ടോ, അല്ലാതെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല. സ്ഥിരം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. രാവിലെ റൂം എപ്പോഴും ക്ലീൻ ചെയ്യും. റൂം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കിച്ചണിൽ പോയിട്ട് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ കുക്ക് ചെയ്ത് കഴിയാറാകുമ്പോഴേക്കും റൂമിലൊരു ചേച്ചി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആൾക്ക് പച്ചക്കറി നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ റൂമിൽ അങ്ങനെയാണ് ഷെയർ ചെയ്തിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നതും വെക്കുന്നതൊക്കെ. അപ്പോൾ ആരാണ് ഫ്രീ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം വെക്കും. മത്തി ഉണ്ടായിരുന്നു. ഇവിടുത്തെ മത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തി എന്നല്ല, എല്ലാ മീനും നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. നമ്മളെ നാട്ടിലെ പോലെ ഇരുന്ന് മുറിക്കൊന്നും വേണ്ട, കഷ്ടപ്പെടണ്ട. അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചട്ടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മീനിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തേങ്ങ നമുക്ക് ചിരകി കഷ്ടപ്പെടണ്ട, അത് ബോക്സിൽ കിട്ടും.
അപ്പോൾ മീനൊക്കെ ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തു. ഒരു രക്ഷയില്ല, അടിപൊളി ചൂടാണ്. വേർത്തങ്ങോട്ട് കുളിച്ച് ഫുൾ ടയേർഡായി. രക്ഷയില്ല, നല്ല ചൂടാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് 2 മണിയായി. അപ്പോൾ ലഞ്ച് കഴിക്കാം. ഇതിൻ്റെ ഇടയിൽ മോനെ വിളിച്ച് കുറച്ച് നേരം സംസാരിക്കണം. പോയിട്ട് വരാം. ഫുഡും കഴിച്ച് അങ്ങനെ കുറച്ച് നേരം കിടന്നുറങ്ങി. ഒരു മണിക്കൂർ കൂടുതൽ നേരം കിടന്നങ്ങ് ഉറങ്ങി. അതിനുശേഷം ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ സാറ്റർഡേയും സൺഡേയും എനിക്ക് ഈവനിങ്ങും മോർണിംഗും ഒന്നും ക്ലാസ്സസ് കുറവായിരിക്കും. കാരണം ഇവിടെ എല്ലാവരും വീക്കെൻഡ് മൂഡാണ്. അപ്പോൾ എല്ലാവരും ബിസി ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഇന്ന് ബിൽഡിങ്ങിൻ്റെ ജിമ്മിൽ തന്നെ പോയിട്ട് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പൂളിൽ പോയിട്ട് മുങ്ങാമെന്ന് വിചാരിച്ച്. പൂള് ഈ ബിൽഡിംഗ് ജിമ്മിൽ തന്നെ നമുക്ക് പൂളുണ്ട് കേട്ടോ, അലോഡാണ്. പക്ഷേ എല്ലാ ദിവസമൊന്നും പൂളിൽ പോകത്തൊന്നുമില്ല, നല്ല ചൂടാണ്. പക്ഷേ ഇന്ന് വീക്കെൻഡ് ആയിരുന്നു. ഇന്നൊന്ന് പൂളിൽ പോയിട്ട് ഒരു 1 hour അവിടെ കിടന്നു. ഈവനിങ് ഇപ്പോൾ ഒരു 5:30 ആയി ഇവിടെ. പിന്നെ വിശപ്പ്, വൈകുന്നേരത്തെ വിശപ്പിൻ്റെ അശരീരി വന്നു. ഒരു പാൻ കേക്ക്, ചെറുതായിട്ടൊരു പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാൻ കേക്കിൻ്റെ ഒപ്പം തന്നെ ഒരു കോഫി ഉണ്ടാക്കി അങ്ങ് കുടിച്ചു. ഇന്നിപ്പോൾ ഒരു 6 മണിയായപ്പോഴേക്കും ഞാൻ നടക്കാൻ പോയിട്ടോ. എല്ലാ ദിവസവും ഞാൻ നടക്കാറുണ്ട്, പക്ഷേ ഈ ഒരു ടൈമിലല്ല. ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഇവിടുത്തെ 10 മണിയാവും. അപ്പോൾ 10 മണിക്ക് ശേഷം അങ്ങനെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഒരു റൗണ്ടൊക്കെ നടന്നിട്ടാണ് കയറാറ്. ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ 8 മണിയാവും, നൈറ്റ് 8 മണിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഞാൻ 6 o'clock നടക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാർക്കാണ് കേട്ടോ. അപ്പോൾ പാർക്കിൽ അങ്ങ് നടന്നിട്ടൊന്ന് വരാം. ഒരു 3 റൗണ്ട് നടക്കണമെന്ന് വിചാരിച്ച് പോയത്, പക്ഷേ ഞാൻ 2 റൗണ്ട് നടന്നുള്ളൂ. നല്ല ചൂടാണ് പുറത്ത് നല്ല ചൂടാണ്. എന്നാൽ ഞാൻ വിചാരിച്ചു ഒന്ന് അകത്തും കൂടി ചൂടാക്കാമെന്ന് വിചാരിച്ച് പുറത്ത് പോയിട്ട്, അതായത് പാർക്കിൻ്റെ പുറത്താണ് ഷോപ്പുള്ളത്, അവിടെ പോയിട്ടൊരു ഗ്രീൻ ടീ വാങ്ങിച്ചു. വീണ്ടും പാർക്കിൽ വന്നിരുന്ന് ആ ചൂടോടുകൂടി തന്നെ ആ ഗ്രീൻ ടീ ഇട്ട് കുടിച്ചു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഏകദേശം ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റൂമിലേക്ക് തിരിച്ചു പോകണം. റൂമിലേക്ക് തിരിച്ചു പോയി ഇപ്പോൾ അതുപോലെ തന്നെ 2 ചപ്പാത്തി ഉണ്ട്, ഉച്ചയ്ക്ക് വെച്ച മീൻകറി ഉണ്ട്, അത് കഴിക്കണം. പിന്നെ അങ്ങ് കിടന്നുറങ്ങണം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇതാണ് കേട്ടോ.